ഈശോ തൻ്റെ രാജകീയ പ്രവേശനത്തിന് യാത്ര ചെയ്തത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്തായിരുന്നു. ഞാനും നീയുമൊക്കെ പലതിൻ്റെയും പേരിൽ എൻ്റെ ഈശോ ഞാനൊരു ശാപമാണെന്നേ, ഭാഗ്യമില്ലാത്തവളാണെന്നോ, മാറാരോഗിയാണെന്നോ, കറുത്തിട്ടാണ്, സൗന്ദര്യമില്ലാന്നേ, പഠിക്കാൻ ബുദ്ധി കുറവാണെന്നേ, എൻ്റെ ഈശോ എന്ത് ചെയ്താലും വിജയത്തിലെത്തുന്നില്ല, എൻ്റെ ഈശോ സഹായിക്കാൻ ആരുമില്ലെന്നേ, ഒറ്റപ്പെടുകയാണ് ഈശോ, സാമ്പത്തിക തകർച്ചയുടെ വക്കീലാണെന്നേ, അങ്ങനെ പലതിൻ്റെ പേരിലും എല്ലാവരാലും ഒറ്റപ്പെടുന്ന ജീവിതമാണോ? പേടിക്കണ്ട കേട്ടോ. യജമാനൻ ആവശ്യമില്ലാത്ത കഴുതയാണോ? വർഷങ്ങളായി നീ ഒഴുക്കിയ കണ്ണീരും പ്രാർത്ഥനയും കാണുന്ന ഒരു ഈശോയുണ്ടെന്നേ. ആ ഈശോയുടെ കണ്ണുകൾ നിന്നെ തേടി വരും. നീയാകുന്ന കഴുതയെ ഈശോയ്ക്ക് ആവശ്യമുണ്ട്. ആ ഈശോ എൻ്റെയും നിൻ്റെയും പുറത്ത് യാത്ര ചെയ്യുന്നേ. ഈശോയെ കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു നല്ല കഴുതക്കുട്ടിയാകാൻ നമുക്ക് സാധിക്കട്ടെ.